ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനമായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് ശരിക്കും ടാറ്റ എന്നുള്ളതും ടാറ്റ മോട്ടോഴ്സും. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ടാറ്റയുടെ ഭാഗത്തു നിന്ന് കാത്തിരുന്ന ഒരു വണ്ടിയായിരുന്നു ടാറ്റയുടെ കർവ് എന്ന വണ്ടി. കാരണം അതിൻ്റെ ഡിസൈനിങ് എലമെൻ്റ് തന്നെയാണ് അതിനെ നമ്മളെ കാത്തിരുത്തിയ അല്ലെങ്കിൽ ആകർഷിച്ച ഒരു ഘടകം. എന്താ പറയുക, പ്രീമിയം വണ്ടികളിൽ മാത്രം കണ്ടിരുന്ന ഒരു ഡിസൈനിങ് പാറ്റേൺ അല്ലെങ്കിൽ ഡിസൈനിങ് എലമെൻ്റ് ആണ് ശരിക്കും കൂപ്പെ SUV എന്നുള്ള ആ ഒരു ഡിസൈനിങ് പാറ്റേൺ. ആ ഒരു പാറ്റേണിൽ ഇറങ്ങിയ നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഭംഗി കാണാം. വണ്ടിയുടെ കൂടെ, അതായത് ടാറ്റ കർവിൻ്റെ കൂടെയാണ്. കർവ് മാത്രമല്ല, അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും അവർ ഇറക്കിയ സമയത്ത് ഇലക്ട്രിക് വണ്ടിയാണ് ഫസ്റ്റ് ലോഞ്ചിങ് ചെയ്തത്. അതിനുശേഷം പിന്നെ നമുക്ക് ആ ഒരു പെട്രോളും ഡീസലും വന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശരിക്കും ഒഫീഷ്യലായിട്ട് എന്താ പറയുക, ഈ ഒരു ഫസ്റ്റ് ഇന്ത്യയിൽ ഈ ഒരു കൂപ്പെ SUV സെഗ്മെന്റിലേക്ക് വന്നത് ടാറ്റ കർവ് ആണ് എന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. കാരണം തൊട്ട് ഒരു ദിവസങ്ങൾക്ക് മുമ്പ് സിട്രോണിൻ്റെ ബസാൾട്ട് ഇറങ്ങി. പക്ഷേ ഒഫീഷ്യലി ഇവർ ശരിക്കും ഇതിൻ്റെ ആ ഡിസൈനിങ് ഒക്കെ മുമ്പേ പബ്ലിഷ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഉള്ള കാരണങ്ങളും പിന്നെ നമുക്കറിയാം ടാറ്റ അത്രയും പോപ്പുലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയാണ് ശരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരും കൂടുതൽ റോഡിലൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്, ഈ ഒരു കൂപ്പെ SUV-യിൽ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു ടാറ്റ കർവ് .EV ആണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ 2 റേഞ്ചിലുള്ള വണ്ടികളുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ്. ടോപ്പ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ചിലുള്ള 585 കിലോമീറ്റർ കമ്പനി റേഞ്ച് പറയുന്ന ആ ഒരു വണ്ടിയുടെ കൂടെയാണുള്ളത്. ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. 20ഓളം അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ പുറക് സൈഡാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും എന്താ പറയുക, നല്ല ഈ ഒരു റോഡ് പ്രസൻസ് ശരിക്കും ഈ ഒരു SUV കൂപ്പെ എന്നുള്ളതിനുണ്ട് ശരിക്കും നമുക്ക് എടുത്തു പറയാം. കാരണം ഈ വണ്ടി കൊണ്ട് ഇപ്പോൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പലരും നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. ഈ കണ്ടോ, ഈ ഒരു ഇവിടെ നിന്നാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റം വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ അങ്ങനെ ചെത്തിയ രൂപത്തിൽ ഇങ്ങോട്ട് ഫ്ലോട്ടായിട്ട് ഈ ഒരു രൂപത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ടാറ്റ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈലാമ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് സ്മോക്കി ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷിലുള്ള ടൈലാംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ കണക്റ്റഡ് ആയിട്ടുള്ള ടൈലാമ്പാണ്. അതിൽ തന്നെ പല ഫംഗ്ഷൻസും ഒക്കെ ആ ഒരു ടൈലാമ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കാണാം. ശരിക്കും ഇവിടെ ആ ഒരു ബ്ലാക്ക് ഇൻസേർട്ടിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡറിലാണ് ശരിക്കും ആ ടാറ്റയുടെ ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ യൂണിറ്റിൻ്റെ ക്യാമറ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു കർവ് .EV എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻസേഴ്സ്, 2 സെൻസേഴ്സാണ് വന്നിട്ടുള്ളത്. ആ 2 സെൻസേഴ്സ് നമുക്ക് കാണാം. ഇവിടെ റിഫ്ലക്ടർ ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ബമ്പറിൻ്റെ കൂടുതൽ പോർഷൻസ്, ഈ ഒരു മിഡിൽ പോർഷൻസിലുള്ളത് ശരിക്കും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. താഴ്വശത്തേക്ക് ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സിൽവർ ഫിനിഷിലാണ് ഈ ഒരു സ്കിഡ് പ്ലേറ്റിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതും പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നോക്കുന്ന സമയത്ത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 190 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൂടാതെ 450 മീറ്റർ ഇതിൻ്റെ വാട്ടർ ബേഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം വെള്ളത്തിലൂടെയും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ബാറ്ററിനെ കുറിച്ചും എടുത്ത് പറയണം. കാരണം IP67 ആണ് ബാറ്ററി വാട്ടർ പ്രൂഫ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 450 ഇതിൻ്റെ വാട്ടർ ബേഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഈ ഡിക്കിയുടെ ശരിക്കും ഈ ഒരു പോർഷന് ഇവിടെ ഈ ടൈലാമ്പിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ശരിക്കും ഒരു കുഞ്ഞു പോർഷൻ, ഇതൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഒക്കെ ശരിക്കും നല്ല ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഒരു ചെറിയ സ്പോയിലർ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു വിങ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. അതിൻ്റെ ഇങ്ങനെ ആ ഒരു ഏരിയയിൽ ശരിക്കും ഒരു ഡിസൈനിങ് ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ലുക്കിംഗ് നൈസ്. ഇതിൻ്റെ ബാക്ക് ശരിക്കും നല്ല അട്രാക്റ്റീവ് ആണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ പ്രീമിയം പല വണ്ടികളുമായിട്ട് നമുക്ക് സാമ്യമുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. ലുക്കിംഗ് നൈസ്. ഇവിടെയും കണ്ടോ, ഈ ഒരു വശത്ത് ഇവിടെ ഇങ്ങനെ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ ഇങ്ങനെ കുറച്ച് ഈ ഒരു ബ്ലാക്കിൽ നിന്ന് മാറി ഈ ഒരു രൂപത്തിൽ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് വശങ്ങളിലെ ഫ്രണ്ടിലൊക്കെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ കർവ് .EVയുടെ ഫ്രണ്ട് വശത്തേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ പെട്രോളും ഡീസലും ഒക്കെ ഇറങ്ങി. ആ ഇറങ്ങിയ ശേഷം അത് ശരിക്കും ഇതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതിൽ പല എലമെൻസും EVയിൽ നല്ല വ്യത്യാസമുണ്ട്. പല കാര്യങ്ങളും ആ ഒരു എയറോഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേഷ്യൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡുവൽ
സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഈ DRLM ഇൻഡിക്കേറ്റേഴ്സ് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഇത് കത്തി നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ഹെഡ് ലാമ്പിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് കാര്യങ്ങൾ കാണാം. താഴ്വശത്തും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു എലമെന്റ് ഇവിടെ ഡിസൈനിങ് എലമെന്റ് കണ്ടോ, ഒരു സിൽവർ ഫിനിഷിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സ്, ഫ്രണ്ടിലും സെൻസേഴ്സ് കാണാം. 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കാണാം. ഈ ഒരു ലിഡാണ് നമുക്ക്, ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് ഏരിയ വരുന്നത്. ഈ ഒരു ചാർജിങ് ഏരിയ ശരിക്കും തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ചില സമയത്ത് പലരും പറയുന്ന ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്, നമ്മൾ ചിലപ്പോൾ ചാർജിങ് എല്ലാം കഴിഞ്ഞ് ഇത് അടയ്ക്കാൻ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മറന്നു പോയാലും അടയും എന്നുള്ളത് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ കണ്ടോ ഈ ഒരു എലമെൻ്റൊക്കെ ശരിക്കും നല്ല രസമുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്കും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിൽവർ എലമെൻറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ഏരിയയൊക്കെ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ശരിക്കും എയർ വെൻസ്, എയറിനെ ആ ഒരു പാസേജിന് ശരിക്കും ഇവിടെയും അതുപോലെ തന്നെ ഈ രണ്ട് ഏരിയയിലും നല്ല രൂപത്തിൽ അതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു കണ്ടൻസർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ലുക്കിംഗ് നൈസ്. ഹുഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട് ഫേസ് ശരിക്കും എന്താ പറയുക, നമ്മൾ ഈ ടാറ്റ എല്ലാ EV വണ്ടികളും കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈനിങ്ങിൽ തന്നെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വൈപ്പേഴ്സ് യൂണിറ്റ് കാണാം. വൈപ്പേഴ്സ് ശരിക്കും ഓട്ടോ റെയിൻ സെൻസർ വൈപ്പറൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് അഡാസിൻ്റെ പല ഫീച്ചേഴ്സും ഉണ്ട്, അതിൻ്റെ പല സെൻസേഴ്സും നമുക്ക് അവിടെ കാണാം. പിന്നെ ഞാൻ പറഞ്ഞു 20ഓളം അഡാസ് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. മെയിനായിട്ട് എടുത്ത് പറയേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ റിയർ ക്രോസിംഗ് അലേർട്ട് ഉണ്ട്, ഫ്രണ്ട് ഓട്ടോ ബ്രേക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റിയർ കൊളീഷൻ വാർണിംഗ് ഉണ്ട്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ലൈൻ ചേഞ്ചിങ്ങിൻ്റെ അലേർട്ട് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹുഡ് ഒന്ന് തുറക്കാം. ഹുഡ് തുറത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ സംഭവം ചെറിയൊരു ബോക്സ് ഉണ്ട്. ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾക്ക് സൗണ്ട് ഇല്ല എന്നുള്ളത് പലരും പറയുന്ന ഒരു പരാതിയാണ്. കാരണം ആൾക്കാർ ഹോൺ അടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിന് 20 കിലോമീറ്ററിന് താഴെ, അതായത് നമ്മൾ നോർമൽ ചെറിയ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ട് ഇതിലുണ്ട്. അതിൻ്റെ പേര് ആവാസ് എന്നാണ് ടാറ്റ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സൗണ്ട് ഉണ്ട്. ഞാനൊന്ന് ഹുഡ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ആ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഹാൻഡിലാട്ടോ, അത് ഞാൻ സൈഡിൽ നിന്ന് പറഞ്ഞുതരാം. ഹുഡ് നോർമലി തുറക്കുന്ന പോലെ തന്നെയാണ്. ഹുഡ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വശത്താണ്, ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ബോക്സ് വരുന്നത്. നമുക്കൊന്ന് ഹുഡ് വെക്കാം, എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഫ്രങ്ക് വരുന്നുണ്ട്. ഫ്രങ്കിൻ്റെ ഏകദേശം 12 ലിറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു ഫ്രങ്കിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെറുതായിട്ട് എടുത്തു വെക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹുഡ് തുറന്ന സമയത്ത് ഞാൻ മോട്ടറിനെ കുറിച്ച് പറയാം. 2 മോട്ടർ ഓപ്ഷനാണ് നമുക്കിതിൽ നോർമലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേരിയൻസിലേക്ക് വരുന്ന സമയത്തും ക്രിയേറ്റീവ് ഉണ്ട്, അക്കംപ്ലിഷ്ഡ് ഉണ്ട്, എംപവേർഡ് ഉണ്ട്. അതിൽ അക്കംപ്ലിഷിലും എംപവേർഡിൽ നമുക്ക് പ്ലസും അതുപോലെ തന്നെ സൺറൂഫുള്ള വേരിയൻസ്, അങ്ങനെ പല വേരിയൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2 ബാറ്ററി ഓപ്ഷനാണ് വരുന്നത്. 45 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഓപ്ഷനും അതുപോലെ തന്നെ ഒന്ന് 55 കിലോ വാട്ടിൻ്റെ. 45 കിലോ വാട്ടിൻ്റെ കമ്പനി പറയുന്ന മൈലേജ് 502, മൈലേജ് അല്ല റേഞ്ച് ഇട്ടാ 502 ആണ്. അതുപോലെ തന്നെ ഈ 55 കിലോ വാട്ടിൻ്റെ കമ്പനി പറയുന്ന റേഞ്ച് 585 ആണ്. ഇതിൽ ടാറ്റ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് അവർ ഏകദേശം ഒരു 450, 425 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ശരിക്കും നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, EV വണ്ടികളൊക്കെ അത്രയൊക്കെ തന്നെയല്ലേ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലൊക്കെ പോവുള്ളൂ, അതിൽ കൂടുതൽ പോവില്ലല്ലോ. പിന്നെ ഓട്ടോ ബ്രേക്ക് റീജനറേഷൻ ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടോർക്ക് ആ ഒരു 45 കിലോ വാട്ടിൻ്റെയും അതുപോലെ തന്നെ 55 കിലോ രണ്ടിൻ്റെയും ടോർക്ക് സെയിം ആണ്. 215 Nm ആണ് ടോർക്ക് വരുന്നത്. അത് നമുക്കിതിൻ്റെ HP വരുന്ന സമയത്ത് 45 കിലോ വാട്ടിൻ്റെ 150 HP പവറും അതുപോലെ തന്നെ 55 കിലോ വാട്ടിൻ്റെ 167 bhp പവറുമാണ് വരുന്നത്. ടോർക്ക് ഞാൻ പറഞ്ഞു സെയിം ആണ്, 215 Nm ആണ് ടോർക്ക് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു ഇനിയിപ്പോൾ മോട്ടറിന് ചെറിയ സൗണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ ഇൻസുലേഷനും കാര്യങ്ങളും അത് എന്താ പറയുക സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. കാരണം ഹീറ്റിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഇൻസുലേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു ഓക്സിലറി ബാറ്ററി കാര്യങ്ങൾ കാണാം. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ എഞ്ചിൻ്റെ അല്ലെങ്കിൽ മോട്ടറിൻ്റെ ഒരു ഭാഗത്ത് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു വൈപ്പറിൻ്റെയും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാം. പിന്നെ ആവാസ് എന്നുള്ള ഞാൻ പറഞ്ഞു, ആ ചെറിയ സ്പീഡിൽ പോകുന്ന സമയത്ത് ശരിക്കും അത് യൂസബിൾ ആണ്. കാരണം ഇപ്പോൾ ഈ വണ്ടി ഞങ്ങൾ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടായി, അപ്പോൾ ആള് ഇങ്ങനെ നോക്കി നിൽക്കുക, എന്താണ് ഈ വണ്ടി ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ മോട്ടറിനെ കുറിച്ച്, എഞ്ചിനെ കുറിച്ചല്ല മോട്ടറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വശങ്ങളിലെ കാഴ്ചകൾ കാണാം. ഈ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ട ഈ ഒരു ഹാൻഡിൽ ശരിക്കും ഫ്ലഷ് ആയിട്ടുള്ള ഹാൻഡിലാണ്. കണ്ട ഈ ഒരു രൂപത്തിലാണ് ഹാൻഡിൽ വന്നിട്ടുള്ളത്. കണ്ട
ഇവിടെ ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം നോർമലി ഉള്ള ഹാൻഡിലൊക്കെ ഈ ഒരു രൂപത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് രാത്രിയൊക്കെ വന്ന് പിടിക്കാനൊക്കെ സുഖമാണ്. പക്ഷേ ഇത് നമ്മൾ ഇവിടെ ഈ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ ശരിക്കും ആക്ച്വലി ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റിക്വിഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ .ev എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആ ഒരു സൈഡ് വ്യൂ മിറർ കാണാം. പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ കാണാം. 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കാണാം. ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ആ ഒരു മോണിറ്ററിൻ്റെ ഒരു ഇതിവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ താഴ്വശത്തൊക്കെ വലിയ കാർഡിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഫെൻഡറിലൊക്കെ ശരിക്കും ഈ ഒരു ഭാഗം ശരിക്കും നമുക്ക് നെക്സോണുമായിട്ടുള്ള ചെറിയ സാമ്യം ഇത്ര വരെയൊക്കെ ശരിക്കും സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അലോ വീൽസിലേക്ക് വരുന്ന സമയത്തും ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഇതിന് പറ്റിയ രൂപത്തിലാണ്, മാക്സിമം അടച്ചു വെച്ചിട്ടുള്ള രൂപത്തിലാണ് ഒരു അലോ വീലിനെയും ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുള്ളത് ഗുഡിയറിൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 18 ഇഞ്ച് ടയേഴ്സാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഫുൾ ഓപ്ഷനിൽ വരുന്നത്. 215/55 18 ടയർ സൈസ്. അലോ വീലിൻ്റെ ഡിസൈനിങ് ശരിക്കും നല്ല ഭംഗിയായി. ഒരു സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു ടാറ്റയുടെ ലോഗോ കാര്യങ്ങൾ കാണാം. പിന്നെ ഹാൻഡിൽ ശരിക്കും നല്ല രസമായി അല്ലേ, ഫ്ലഷ് ആയിട്ടുള്ള ഹാൻഡിലാണ്. ആ ഒരു എയറോഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. വെദർ സ്ട്രിപ്പ് ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഡുവൽ ട്യൂണിലാണ് ഇതിൻ്റെ കളർ തീം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പനോരമിക് ആയിട്ടുള്ളൊരു സൺറൂഫ് കാണാം. ആ സൺറൂഫിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ റിയറിലേക്ക് വരുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഓർഫൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ ഈ റിയർ പോർഷനിലേക്കും വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി എനിക്ക് പ്രത്യേകം എടുത്തു പറയുന്നത്. പിന്നെ ഇവിടെ ശരിക്കും ഒരു ഏരിയ ഒരു ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് വെക്കാനുള്ളൊരു പ്ലേസ് ഇല്ലല്ലോ. ആ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയൊരു കണ്ടോ ഒരു ബ്ലാക്ക് ഫിനിഷിലൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ടൈലാമ്പിൻ്റെ കുറച്ച് ഏരിയ ഈ ഒരു പോർഷനിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇനി ഇതിൻ്റെ ഡയമെൻഷനിലേക്ക് വരുന്ന സമയത്ത് 1637 mm ആണ് ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തിലേക്ക് വരുന്ന സമയത്ത് 4310 mm ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത്. അത്യാവശ്യം വലിയ വണ്ടിയാണ്. അതിപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്തിലേക്ക് വരുന്ന സമയത്ത് 1810 ആണ് ഇതിൻ്റെ ഓവറോൾ വിഡ്ത്ത് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം ബാക്കിൽ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു 190 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ചെറിയ എന്താ പറയുക, അത്യാവശ്യം നല്ല മോശമുള്ള റോഡിലൂടെയൊക്കെ പോകാൻ പറ്റുന്ന രൂപമാണ്. അതുപോലെ തന്നെ 18 ഇഞ്ചിൻ്റെ ടയർ ഉണ്ട് എന്നുള്ളതും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ വെയ്ഡിങ് ഞാൻ ബാക്കിൽ നിന്ന സമയത്ത് പറഞ്ഞു 450 mm ആണ് ഇതിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ വരെ വെള്ളം കയറി കഴിഞ്ഞാലും ബാറ്ററിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് ടാറ്റ പറയുന്നത്. അത് നമുക്കറിയാം. JLR ടാറ്റയുടെ കീഴിലാണ്. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉള്ള പല വണ്ടികളും നമുക്കറിയാം. JLRൻ്റെ ഡിഫൻഡർ ആണെങ്കിലും എല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിൻ്റെ പല ടെക്നോളജികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഗിയർ, ആ ഒരു ഗിയർ ഷിഫ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിൻ്റെ ഷിഫ്റ്ററൊക്കെ ശരിക്കും നമുക്ക് ലാൻഡ് റോവറിലെ പല വണ്ടികളുമായിട്ട് നല്ല സാമ്യം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. ഇനി ഉള്ളിൽ കയറാം, ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ടാറ്റ കർവ് .ev കീ വരുന്നത്. ശരിക്കും ഈ ഒരു കീയിൽ, ഈ ഒരു കർവിൽ ശരിക്കും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡേഴ്സൊക്കെ ആ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു കീ ഉണ്ട്. പിന്നെ ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഫോളോ മീ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അൺലോക്കിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാം. വണ്ടി ഇപ്പോൾ ഓൾറെഡി അൺലോക്കാണ്, അതുകൊണ്ട് പിന്നെ ആവശ്യമില്ല. യെസ്, ഈ ഫ്ലഷ് ആയിട്ടുള്ള ഹാൻഡിൽ നല്ല രസമുണ്ട് അല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ശരിക്കും ഇതിൻ്റെ പല വേരിയൻസിലും കളറിൻ്റെ തീമിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഈ ഒരു കളർ തീമിലാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബീജ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഡോർ പേഡ് കണ്ട ബ്ലാക്ക് ആണ്. പിന്നെ ഇവിടെ ബീജ് ഉണ്ട്. ഇവിടെ ചെറിയ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കാണാം. അതുപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ ക്രോം ഇൻസേർട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്. JBLൻ്റെ സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത്. ഹർമൻ്റെ സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ എന്തെങ്കിലും തുറന്ന് വെക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നുള്ള ആൾക്കൊരു അസാർട്ട്നെസ്സിന് കൊടുത്തതാണ് ഇവിടെ. പിന്നെ ഉള്ളിൽ കയറാം. ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇവിടെ സീറ്റ് ശരിക്കും വെന്റിലേറ്റഡ് സീറ്റാണ്. അതിൻ്റെ ആ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇവിടെ കണ്ടോ ഒരു അംബർലയുടെ ഹോൾഡർ ഉണ്ട് കേട്ടോ. അത് ആ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോൾഡറാണ്. ഇവിടെ നമുക്ക് പല സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള നോബ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ശരിക്കും ഇതിൻ്റെ ഈ ഒരു ഏരിയയിലുള്ള കാര്യമായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സീറ്റ് ശരിക്കും പല വേസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റ് ശരിക്കും നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ടാറ്റ കർവ് .ev ഉള്ളിലാണ്. നമുക്ക് ഇഗ്നേഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഇഗ്നേഷൻ ഓണായി. ടാറ്റ മോട്ടോഴ്സ് എന്ന് തെളിഞ്ഞത് ഇവിടെ ശരിക്കും ഇവിടെയും തെളിഞ്ഞു വരും. ശരിക്കും വണ്ടി ഓൾറെഡി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഫാൻ സ്പീഡ് ഒന്ന് കുറയ്ക്കാം. ഫാൻ സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് ഇതിന് ശരിക്കും സ്വിച്ചുകൾ, അതായത് ഫിസിക്കൽ സ്വിച്ചുകൾ വളരെ കുറവാണ് കേട്ടോ.
1, 2, 3, 4 പിന്നെ ഈ മോഡ്സിൻ്റെ ബട്ടൺസ് മാത്രമാണ് ശരിക്കും ഫിസിക്കൽ സ്വിച്ചുകൾ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഡിജിറ്റലി കൺട്രോൾ ചെയ്യാനുള്ള, പിന്നെ ഈ സ്റ്റിയറിങ്ങിലുള്ള കുറച്ച് കൺട്രോൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ തീം വരുന്നത്. കണ്ടോ, ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഇൻസേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവർ ടച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ബീജ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. 4 AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് അതിനെ ക്രമീകരിച്ച് അതിൻ്റെ ആ ഒരു നോബ് കണ്ടോ, ഈ ഒരു രൂപത്തിലാണ് നോബ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം ശരിക്കും കണ്ടോ, അപ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കലി തെളിഞ്ഞു വന്നു. ക്യാമറ ക്വാളിറ്റി ശരിക്കും പക്ക ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റിയും കിടിലം ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ് ശരിക്കും ഇത് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ 360 വ്യൂ ഉണ്ട്, 3D വ്യൂ ഉണ്ട്. കണ്ടോ, ഈ ഒരു 3D വ്യൂ ഒക്കെ ശരിക്കും നല്ലൊരു ക്വാളിറ്റി. ഇപ്പോൾ കണ്ടോ, നമുക്ക് എല്ലാ ആംഗിളുകളും ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, എല്ലാ ആംഗിളിൽ നിന്നുള്ള കാഴ്ചകൾ 2Dയിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ സൈഡ് കണ്ടു, റിയർ കണ്ടു. കണ്ടോ, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും നമുക്കത് തരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഹർമൻ്റെ സിസ്റ്റവും അതുപോലെ തന്നെ JBLൻ്റെ സ്പീക്കേഴ്സും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു നല്ല ക്വാളിറ്റിയാണ്, ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിൽ നമുക്ക് റേഞ്ച് കാണിക്കുന്നത്, അതുപോലെ തന്നെ സ്പീഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പല മോഡ് മാറ്റുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം. മോഡിൻ്റെ ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി സിറ്റി മോഡിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംബിയൻ ലൈറ്റിങ്ങിനെ കുറിച്ചും പറയണം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ, നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാം. ബ്ലൈൻഡ് സിംഗിൾ ടച്ചിൽ നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ സൺറൂഫ് പനോരമിക് ആണ്, ബട്ട് നമുക്ക് ഈ ഒരു റൂഫ് മാത്രമാണ് നമുക്ക് നീങ്ങി പോകണുള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രത്തോളമാണ് നമുക്കൊരു വിസിബിലിറ്റി വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ നോബ് കാണാം, അതുപോലെ തന്നെ SOSൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാബിൻ ലൈറ്റ് കാണാം, LED ക്യാബിൻ ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതെ ഇവിടെ വാനിറ്റി മിറർ ഉണ്ട്. ഈ സൈഡിലോ ഇവിടെ മിററില്ല, ഇവിടെ നമുക്ക് ആ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് ടാറ്റയുടെ പുതിയ ഇപ്പോൾ നെക്സോണിലൊക്കെ വന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. 4 സ്പോക്ക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. അതിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. ക്രൂയിസ് കൺട്രോളിൻ്റെ ഉണ്ട്, ബാക്കിയുള്ള മോഡ്സിൻ്റെ ഉണ്ട്, ബ്ലൂടൂത്ത് കോളിൻ്റെ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സിലാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ബ്രേക്ക് റീജനറേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വൈപ്പറിൻ്റെ യൂണിറ്റ് കാണാം. ഇവിടെയും നമുക്ക് ആ ഹെഡ് ലാമ്പിൻ്റെ അത് കാണാം. സ്പീക്കേഴ്സ് ശരിക്കും ഇഷ്ടംപോലെ സ്പീക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ ആ ഒരു കണ്ടാൽ അവിടെ ട്യൂട്ടേഴ്സ് കാര്യങ്ങളുണ്ട്. ബാക്കിൽ സബ്ബൂഫർ വന്നിട്ടുണ്ട്. ട്യൂട്ടേഴ്സ് ശരിക്കും ഡോർ പേഡിലൊക്കെ ട്യൂട്ടേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എയർ ബാഗ് 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. 6 എയർ ബാഗിൽ നമുക്ക് ശരിക്കും ഈ ഒരു ഡ്രൈവർ മാത്രമാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫീച്ചറും നമുക്ക് ആ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ആ ഒരു കോ പാസഞ്ചർ ഏരിയയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ശരിക്കും 98% ചാർജ് ഉണ്ടെങ്കിലും റേഞ്ച് കാണിക്കുന്നത് 356 ആണ് ഇതിൽ റേഞ്ച് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, നമുക്ക് സൺറൂഫ് ക്ലോസ് ചെയ്യാം. ബ്ലൈൻഡും ക്ലോസ് ആയി. ഇതിൽ ശരിക്കും നമുക്ക് 3 മോഡ്സ് ആണ് വന്നിട്ടുള്ളത്. 3 മോഡ്സ് പറയുന്ന സമയത്ത് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഓൾറെഡി സിറ്റിയിലാണ് കിടക്കുന്നത്. സ്പോർട്ട് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് ആയി. അത് മാറുന്ന സമയത്ത് ഈ ഒരു ആംബിയൻ ലൈറ്റും കൂടെ ശരിക്കും മാറുന്നുണ്ട്. ആ സ്പോട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ റെഡ് കളർ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇക്കോയിലേക്ക് വരുന്ന സമയത്ത് സിറ്റിയിലേക്ക് ആവുന്ന സമയത്ത് ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ഇനി നമുക്ക് ഇപ്പൊ വീണ്ടും സ്പോട്ടിലേക്ക് വന്നു. എക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. ലുക്കിംഗ് നൈസ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗിയർ ഷിഫ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു മോഡ് മാറ്റാനുള്ള ഈ ഒരു ലിവറിൽ ശരിക്കും നമുക്ക് ആ ഒരു ലാൻഡ് റോഡ് ടച്ച് ശരിക്കും നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വോക്കിലും അതുപോലെ തന്നെ വെലാറിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ലിവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു പാർക്ക് ബ്രേക്കിൻ്റെ ഒരു വാണിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹോട്ടോ ഹോൾഡിൻ്റെ ഒരു ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഡിജിറ്റലി ഉള്ള ഒരുപാട് ഫീച്ചേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫ്രണ്ടിലുള്ള ചാർജിങ് സോക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ചാർജിങ് പോയിന്റ് ലിഡ് തുറക്കാനുള്ള ബട്ടണാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇത് എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇത് പെട്ടെന്നൊന്ന് കൂളാക്കാൻ, അതായത് ഇപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് നിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂളാക്കാനുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറാണ് ശരിക്കും ഇത് എക്സ്പ്രസ് കൂൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ 2 ബട്ടൺസ് മാത്രമാണ് കാര്യമായിട്ട് ഫിസിക്കലി ഉള്ളതുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഡിക്കി അല്ലെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 360 വ്യൂ കാണാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹിൽ ഡീസൽ കൺട്രോൾ അല്ലെങ്കിൽ ഒരു ബട്ടൺ നമുക്ക് കാണാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹാംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാംറസ്റ്റ് വിത്ത് നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്.
വയർലെസ് ചാർജറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ചെറിയ സാധനങ്ങൾ എടുത്ത് വെക്കാനും ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്, സി ടൈപ്പ് ചാർജിങ് സോക്കറ്റ് ഉണ്ട്, USB ടൈപ്പ് ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇവിടെ ശരിക്കും കൺജസ്റ്റഡ് ആണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് വയറെടുത്ത് ഈ ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും വെക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ആ ഒരു ഗ്ലോ ബോക്സ് ശരിക്കും കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിൻ്റെ ബട്ടൺ ശരിക്കും തുറക്കാനുള്ളത് നമുക്ക് ഹൈഡ് ആയിട്ടുള്ള രൂപത്തിലാണ്. ഇവിടെയാണ് അതിൻ്റെ ബട്ടൺ വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് തുറന്നു വരുന്നത്. ഇവിടെ ശരിക്കും ഫ്ലൈറ്റിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു ടേബിൾ നമുക്കിവിടെ രൂപത്തിലാണ് കാണുന്നത്. ഇവിടെ ഉണ്ട് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് അല്ലെങ്കിൽ കപ്പൊക്കെ വെച്ച് നമുക്ക് ചായ കുടിക്കാനൊക്കെ ശരിക്കും പറ്റും കേട്ടോ. ഇവിടെ 2 ട്രേ ആയിട്ടാണ് അതിനെ ക്രമീകരിച്ചുള്ളത്. ഇവിടെ ബുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്ത് വെക്കാം, താഴെ സാധനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള. ഇവിടെ നമുക്ക് IRVM കാണാം. IRVM ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള IRVM ആണ്. ഇവിടെ പല സെൻസേഴ്സും ഉണ്ട്. കാരണം അഡാസിൻ്റെ പല ഫംഗ്ഷൻസും ഉള്ളതുകൊണ്ട് അതിൻ്റെ പല സെൻസേഴ്സും ഈ ഒരു വശത്തുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആ വാനിറ്റി മിറർ കാര്യങ്ങളുണ്ട്. ലൈറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലൈൻഡൊക്കെ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കണ്ടോ പാസഞ്ചർക്കുള്ള അല്ലെങ്കിൽ കോ പാസഞ്ചർക്കുള്ള റിയറിലുള്ള ആ ഒരു ക്യാബിൻ ലൈറ്റ്, ബുക്കൊക്കെ വായിച്ചിരിക്കണമെങ്കിലൊക്കെ ആ രൂപത്തിലുള്ള ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റിലിരിക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഈ വണ്ടീനെ കുറിച്ച് പറയുന്ന സമയത്ത് 8.6 സെക്കൻഡ് കൊണ്ട് ഈ വണ്ടി ശരിക്കും 0 to 100 എത്തും. അത്രത്തോളം ക്യുക്കായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ആ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ചെറിയ റേഞ്ചുള്ള ആ വണ്ടി 9 സെക്കൻഡ് കൊണ്ടാണ് 100 കിലോമീറ്റർ എത്തുക. പക്ഷെ നമ്മൾ റോഡൊന്നും അത്രത്തോളം നല്ലതല്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഈ സ്റ്റിയറിംഗ് വീല് ശരിക്കും 4 സ്പോക്ക് ആയിട്ട് നല്ലൊരു സ്റ്റിയറിംഗ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് നല്ലൊരു ഹാൻഡ്ലിങ് തോന്നുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഈ ഒരു താഴ് വശത്ത് ആ ഒരു ഗ്രേ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റിലിരിക്കാം. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കർവ് EVയുടെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീറ്റിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. ഈ റിയർ സീറ്റിലാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും കംഫേർട്ട്, അല്ലെങ്കിൽ ലെഗ് റൂം അത്യാവശ്യം നല്ല കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കംഫേർട്ടിൽ ഇതിലിരിക്കാൻ പറ്റും. പിന്നെ EV വണ്ടിയാണ്, ഇവിടെ ഹമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവാണ്. ചെറിയ രൂപത്തിലുണ്ടെങ്കിലും അത്രത്തോളം അറിയില്ല. ആ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല കംഫേർട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന ഒരു തൈ സപ്പോർട്ടാണ്. പിന്നെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം, അതിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടോ ബോട്ടിൽ ഹോൾഡർ അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ AC വെൻറ്റുകൾ കാണാം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് C ടൈപ്പ് 45 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും നല്ലൊരു ലക്ഷറി ഫീൽ അല്ലെങ്കിൽ നല്ലൊരു രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞ ക്രോം ഇൻസേർട്ട് ആയിട്ടുള്ള ഹാൻഡിൽ. ഇവിടെയൊക്കെ ഹുക്കുകൾ, പല സ്ഥലത്തും ഈ ഒരു ഹാൻഡിൽ ഹുക്കുകൾ ഉണ്ട് എന്നുള്ളത് പല സാധനങ്ങൾ നമുക്ക് തൂക്കിയിടാൻ പറ്റും. ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, അവിടെ ഹുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിലും ഒരു ഹുക്ക് ഉണ്ട്, ഇതിൽ ഹുക്കില്ല കേട്ടോ. രണ്ട് വശത്തും നമുക്ക് ഈ ഒരു റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്തെങ്കിലും വായിച്ചു പോകണമെങ്കിൽ വായിച്ചു പോകാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഹെഡ് റെസ്റ്റുകളാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ റിയർ സീറ്റ് ശരിക്കും നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ഒറ്റ പൊസിഷൻ കേട്ടോ. കണ്ടോ ചെറിയ രൂപത്തിൽ ഇപ്പോൾ ഈ ഒരു കണ്ടോ ഇതൊന്ന് കുറച്ചത് പൊങ്ങി നിന്നു. ആ രൂപത്തിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാം. ഒന്ന് നടുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ശരിക്കും ഈ ഒരു പുറം വശം ശരിക്കും ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന രൂപത്തിലാണ്. എനിക്ക് ശരിക്കും ചെറിയൊരു നടുവേദന ഉള്ള ആളാണ് ഞാൻ. എനിക്കിതിലിരിക്കുന്ന സമയത്ത് നല്ല ഒരു സുഖം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റ് ചെറുതായിട്ടൊന്ന് പൊക്കി വയ്ക്കാൻ പറ്റും. അതൊക്കെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ശരിക്കും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബ്ലൂ കളർ സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ചൈൽഡ് സീറ്റിൻ്റെ ആ ഒരു ആങ്കറിംഗ് പോയിന്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അത്യാവശ്യം നല്ല ഒരു കംഫർട്ടായിട്ട് ലെഗ് റൂമൊക്കെ ഉണ്ട്, സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ സീറ്റ് ബെൽറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റുകളാണ് വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ പുറകുവശം ഉള്ളത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസും കൂടെ ഒന്ന് തുറക്കാം, അതും കൂടെ ഒന്ന് കാണാം. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ഓടിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നമുക്ക് കിടക്കാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതിൽ ഗസ്റ്റർ കൺട്രോൾ ശരിക്കും വന്നിട്ടുണ്ട്. നമുക്ക് ബൂട്ട് ഈ ഒരു രൂപത്തിൽ തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൻറ്റി പിഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. 500 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. 500 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. കാരണം അതിൻ്റെ ആ ഒരു ഏരിയ കുറേ ഇങ്ങോട്ട് പുറകിലേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്രത്തോളം ആ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. പാർസൽ ട്രേ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 വശങ്ങളിലും കണ്ടോ ഇതുപോലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്, ഹിഡൻ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കേബിള് കാര്യങ്ങളെല്ലാം കാണാം. ഈ രൂപത്തിലാണ് അതിൻ്റെ ചാർജിങ്ങിൻ്റെ കേബിൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയ ബൂട്ട് ഏരിയയാണ്. പിന്നെ സ്പെയർ ടയറിലേക്ക് വരുന്ന സമയത്ത് അലോയ് വീലല്ല, നോർമലായിട്ടുള്ള സ്റ്റീൽ വീലാണ് വന്നിട്ടുള്ളത്. പിന്നെ വാണിംഗ് ട്രയാങ്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കി ഇതിൽ കാണുന്നത് കേട്ടോ.
പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഏരിയയിലാണ് ആ ഒരു JBL സബ് വൂഫർ ഈ ഒരു വശത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി ബൂട്ട് ക്ലോസ് ചെയ്യാം അല്ലേ, ഈ ഒരു രൂപത്തിൽ തന്നെ ക്ലോസ് ചെയ്യാം. ആൻറ്റി പിഞ്ച് ശരിക്കും ഇതിൽ വന്നിട്ടുണ്ട്. ആൻറ്റി പിഞ്ച് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലോസ് ആയില്ലല്ലോ, യെസ് ഒന്നുകൂടെ നോക്കാം. ക്ലോസ് ആയി. ആൻറ്റി പിഞ്ച് അത്യാവശ്യം എന്താ പറയുക എഫക്റ്റീവാണ്. ഈ ഒരു ശരിക്കും പ്രീമിയം വണ്ടികളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗസ്റ്റ് കൺട്രോളൊക്കെ ശരിക്കും കണ്ടോ, ആൻറ്റി പിഞ്ച് വർക്കായി കണ്ടോ, ഓട്ടോമാറ്റിക്കലി പൊങ്ങിപ്പോയി. ഇറ്റ്സ് ഗുഡ്, നൈസ്. ഒന്നുകൂടെ ക്ലോസ് ചെയ്യാം. സമയം എടുക്കുന്നുണ്ട്, വാണിങ്ങും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വർക്ക് ആവുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. ഡബിൾ ലോക്ക്, ആ ലോക്ക് ആവുന്നത് ശരിക്കും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ലോക്ക് ആവുന്നത്. ഒന്നായിട്ട് ചെന്ന് അടയൊന്നല്ല കേട്ടോ, നല്ല രൂപത്തിൽ തന്നെ ക്ലോസ് ആവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കർവ് ഡോട്ട് EVയുടെ. കാരണം EVയുടെ എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, നോർമലുള്ള ആ ഒരു ഡീസലിലേക്കും പെട്രോളിലേക്കും വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഡീസലിലൊക്കെ നമുക്ക് ഡീസലിലും ഉണ്ട്, അതുപോലെ തന്നെ പെട്രോളിലും ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ശരിക്കും ഡീസലിലൊക്കെ അത് ഈ ഒരു ചെറിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള വണ്ടികളിലൊക്കെ വളരെ കുറവാണ്. കുറവ് എന്നല്ല, ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് EV ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോൾ ടാറ്റ കർവ് ഡോട്ട് EV ആണ് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 8.6 സെക്കൻഡ് കൊണ്ട് 0 to 100 എത്തുന്ന ഒരു വണ്ടിയാണ്. ഇതതിൻ്റെ 2 വേരിയൻസ് ഉണ്ട്. ഞാൻ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ലോങ് റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ മിഡ് റേഞ്ച് ഉണ്ട്. ഇതതിൻ്റെ ഏറ്റവും ടോപ്പ് 585 കിലോമീറ്റർ കമ്പനി റേഞ്ച് പറയുന്ന അതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. ഒന്ന് കൊടുത്തു നോക്കാം നമുക്ക് എത്രത്തോളം. ഭയങ്കര സ്മൂത്ത് ആട്ടോ. ഞാൻ നെക്സോൺ ഡോട്ട് EV ഇവരെ ശരിക്കും ടാറ്റയുടെ ലൈനപ്പിൽ അവർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു EV വണ്ടിയാണിത്. അതുപോലെ തന്നെ വലിപ്പം കൊണ്ടും എല്ലാം കൊണ്ടും, അതുപോലെ തന്നെ ഫീച്ചർ ലോഡറാണ്, ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. ഒന്ന് കൊടുത്തു നോക്കാം. യെസ്, ഇറ്റ്സ് എ ക്വിക്ക് ആക്ഷൻ. യെസ്, പെർഫെക്റ്റ്ലി ഭയങ്കര ക്വിക്കാണ്. EV വണ്ടികൾ പിന്നെ ഒട്ടുമിക്ക വണ്ടികൾ ഏതോ EV വണ്ടികളാണെങ്കിൽ മോട്ടറിൻ്റെ സഹായത്തോടെ കൂടി ആയതുകൊണ്ട് ആ ഒരു സ്പീഡും അല്ലെങ്കിൽ ആ ഒരു കണ്ടോ ആ ഒരു ക്വിക്ക് ആക്ഷനാണ്. കൊടുത്തു വയ്ക്കാം നമുക്ക്. യെസ്, പെർഫെക്റ്റ്ലി ഭയങ്കര ക്വിക്കാണ്. ബ്രേക്കിങ്ങും പക്ക ബ്രേക്കിംഗ് ആണ്. അതിൻ്റെ ഓവറോൾ ആ ഒരു പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, റിയറിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അതിൻ്റെയൊക്കെ ആ ഒരു ബെനിഫിറ്റ് ശരിക്കും നമുക്ക് നല്ല രീതിക്കാണ് കിട്ടുന്നത്. കോർണറിങ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. വലിയ വണ്ടി ആയിട്ട് പോലും നമുക്കൊരു ചെറിയ വണ്ടി ഓടിച്ച് കൊണ്ട് നടക്കുന്ന അത്രയ്ക്കും ഒരു ഫീലാണ് ശരിക്കും കിട്ടുക. ഫ്ലൈറ്റിൻ്റെ റൺവേയിൽ പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ശരിക്കും കിട്ടുക. അതേ ഒരു ക്വിക്ക് ആക്ഷനാണ്. സ്പീഡ് കയറി പോകുന്നത് നമുക്ക് അറിയണേ ഇല്ല. ശരിക്കും നമുക്ക് ഇത്ര നല്ല വണ്ടികളൊക്കെ ഉണ്ടായിട്ട് അതിന് പറ്റിയ റോഡില്ല എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. പല റോഡുകളും വളരെ ദയനീയ അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. ഫോണ് നോർമലി ലോണാണ്. പിന്നെ ഞാൻ ആവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 20 സ്പീഡിൻ്റെ താഴേക്കൊക്കെ ചെറിയ സ്പീഡിൽ പോകുന്ന സമയത്ത് ആവാസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഹുഡിൻ്റെ ഉള്ളിലാണ്. ചെറിയ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക് റീജനറേഷൻ്റെ സ്വിച്ചുകളുണ്ട്. അത് പാഡൽ ഷിഫ്റ്റേഴ്സിൽ നമുക്കറിയാം. അതിൽ L1, L2, L3 എന്നുള്ള രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ലോങ് റേഞ്ചിൽ നിന്നൊക്കെ പോരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കയറ്റം ഇറങ്ങി പോരുന്ന സമയത്ത് ആ ഒരു L3 ഇട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു കൂടുതലെന്ന് പറയില്ല, കുറച്ചൊരു ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു മൈലേജ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ചെറുതായിട്ടൊന്ന് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. കർവ് EV ഡോട്ട് EV ഈസ് എ ഗുഡ് കാർ. നല്ല കാറാണ്, ഓടിച്ച് നടക്കാൻ പറ്റുന്ന വലിയൊരു വണ്ടി. ടാറ്റയുടെ എല്ലാ വണ്ടികളും നമുക്കറിയാം നല്ല വണ്ടികളാണ്. ഇപ്പോൾ ആ ഒരു സെക്കൻഡ് ജനറേഷനിൽ ഇറങ്ങിയ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും കിടിലൻ വണ്ടികളാണ്. പിന്നെ ഇതിൽ ശരിക്കും ആ ഒരു നമ്മൾ ഇൻഡിക്കേറ്റർ, ഇപ്പോൾ ഞാൻ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു കണ്ടോ, റൈറ്റിൽ ആ ഒരു മിററിലുള്ള ആ ഒരു ക്യാമറ നമുക്ക് തെളിഞ്ഞു വന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് അഡാസ് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലെയിൻ ചേഞ്ചിങ്ങിൻ്റെ അലേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിൻ്റെ അലേർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഓട്ടോ ബ്രേക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റിയർ കൊളീഷൻ വാർണിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, 20ഓളം അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ പിന്നെ ടാറ്റയുടെ എല്ലാ വണ്ടികളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സേഫ്റ്റി സൈഡുള്ള വണ്ടികളാണ്. ഇതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് ശരിക്കും നമുക്ക് വരുന്നത് ഫാസ്റ്റ് ചാർജിങ് ഏകദേശം 45 മിനിറ്റ് കൊണ്ട് 0 to 80% നമുക്ക് ആക്കാൻ പറ്റും. ഫാസ്റ്റ് ചാർജിങ് കിട്ടാം. നോർമലി ഉള്ള നമ്മളെ വീട്ടിലെ ചാർജിങ് ഒക്കെ ആകുമ്പോൾ അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 20 ആ ഒരു മണിക്കൂർ ആ ഒരു സമയം നമുക്ക് അപ്രോക്സിമേറ്റ്ലി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 3 ഫേസിൽ നിന്ന് 7.2ൻ്റെ ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഫുൾ ചാർജ് അല്ലെങ്കിൽ 0 to 80 ഒക്കെ ആക്കാൻ പറ്റും. നല്ല ഹാൻഡ്ലിംഗ് ഉള്ളൊരു വണ്ടിയാണ് ശരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കർവ് ഡോട്ട് EVയുടെ വിശേഷങ്ങളുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക്